നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റമുണ്ടാക്കുമെന്നും MP. ഷൊർണൂർ നഗരസഭയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മപരിശോധന നടപടികൾ പൂർത്തീകരിച്ചു. 157 നാമനിർദ്ദേശ പത്രികകളിൽ ഒന്നുപോലും തള്ളിയിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നവംബർ 24 വൈകുന്നേരം 3 വരെ. പൂജാ ബമ്പർ പാലക്കാടിന് 12 കോടി അടിച്ചത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ആക്രമി ചുറ്റിക വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്നും കടയുടമ. അതിരപ്പള്ളിയിൽ പരക്കെ കാട്ടാനാക്രമണം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറിപ്പോയത് 60 കുടുംബങ്ങൾ. സീനിയർ സിറ്റിസണിന്റെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ വീണ്ടും വിഷയം ഉന്നയിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള സീനിയർ സിറ്റിസൺ ഫോറം 19ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഷൊർണൂരിൽ. മണ്ടൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിന്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനവിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ. സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റമുണ്ടാക്കും. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ MP STVയോട് പറഞ്ഞു. ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുമെന്നും ഇടതുപക്ഷ സർക്കാരിനെതിരായ ശക്തമായ ജനവികാരം പ്രതിഫലിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ജില്ലയിൽ കനത്ത പോരാട്ടം നടക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ CPM വിജയിച്ച പല പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF വിജയിക്കും. ജനഹിതം അതാണ്, ജനവികാരം അതാണ്. ഈ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് UDFന് അനുകൂലമായിട്ട് വന്നത്. വികസന കാര്യങ്ങളിലൊക്കെ വളരെ പുറകോട്ട് നിൽക്കുന്നു. പദ്ധതി വിഹിതം പോലും കൊടുക്കാത്ത വികസന മുരടിപ്പുണ്ടായ ഓരോ ഗ്രാമപ്രദേശങ്ങളും ഉണരുകയാണ്. നിലവിലെ ഭരണസമിതിക്കെതിരെ ശക്തമായ ജനവികാരം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാകും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തവണ ഭരണത്തിലേറുമെന്നും MP പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ വികസന സാധ്യതകളെല്ലാം തകർന്നു. വെറും സങ്കുചിത രാഷ്ട്രീയ നിലപാടുമായിട്ട് പോയ CPMന്റെ ഭരണത്തിനെതിരായ ശക്തമായ വികാരം. അതുകൊണ്ട് ഷൊർണൂർ നഗരസഭയിൽ ഇത്തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാവും. ഈ കഴിഞ്ഞ 15 കാലത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് CPMനെ പുറന്തള്ളി കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഭരണസമിതി വരും. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ആക്രമി വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്നും കടയുടമ പറഞ്ഞു. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വഴിത്തിരിവായത് സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശ്ശൂരിൽ നിന്നും. ചുറ്റിക വാങ്ങിയ കട പോലീസ് കണ്ടെത്തി. ചുറ്റിക വാങ്ങിയത് തൃശ്ശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്നും. തുമ്പായത് ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കറിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കടയിൽ എത്തിയത്. ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിൻ്റെ കാറിൻ്റെ ഗ്ലാസ് തകർത്ത ശേഷം വാളുകൊണ്ട് വെട്ടിയത്. ചുറ്റിക വാങ്ങിയ ആളുടെ ദൃശ്യങ്ങൾ കടയിൽ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചു. കടയിൽ ഉള്ളവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതേസമയം ചുറ്റിക വാങ്ങിയത് തൻ്റെ കടയിൽ നിന്ന് കടയുടമ സ്ഥിരീകരിച്ചു. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ആക്രമി ചുറ്റിക വാങ്ങാൻ കടയിലെത്തിയതെന്ന് കടയുടമ സുബ്രഹ്മണ്യൻ പറഞ്ഞു. സംഭവിച്ചത് ആളിപ്പോൾ നോർമലി എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് തന്നെ അവർ വന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു.
അന്നൊരു 6 മണിയായപ്പോൾ വന്നു. അത് CCTV ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് സമയം മനസ്സിലായത്. ആൾ വന്നു, ചിറ്റ് മേടിച്ചു, ക്യാഷ് തന്നു, നമ്മൾ ബാലൻസ് കൊടുത്ത് വിട്ടു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ സ്റ്റാഫാണ് കൊടുത്തത്. അപ്പോൾ ആൾ ക്യാഷ് തന്നു, ബാക്കി ബാലൻസ് ഞാൻ കൊടുത്തു. ആൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ആരെ കസ്റ്റമർ മുഖത്തിന് കാര്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പോലീസ് ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ CCTV ചെക്ക് ചെയ്ത് ടൈമൊക്കെ നോക്കിയപ്പോഴാണ് 6 മണിക്കാണ് വന്നത്. അപ്പോൾ ആളൊരു മോശമായി ചെറുതായിട്ടുണ്ട്. ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ഏകദേശം ഒരു 35-40 ഉള്ളിലായിട്ട് വരും. ചുറ്റിക വാങ്ങാനെത്തിയയാൾക്ക് ഏകദേശം 35 വയസ്സോളം പ്രായം തോന്നുമെന്നും കടയുടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പള്ളിയിൽ പരക്കെ കാട്ടാനാക്രമം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരിടുന്ന ഈ പ്രദേശത്ത് നിന്നും 60ഓളം കുടുംബങ്ങളാണ് മാറിപ്പോയത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ TSR ക്വാർട്ടേഴ്സ് നേരെയായിരുന്നു ആക്രമണം. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TRS ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ സ്ഥലം മാറിപ്പോയി. കാലടി പ്ലാന്റേഷൻ വെറ്റിലപ്പാറ സെബാസ്റ്റ്യൻ പള്ളിക്ക് നേരെയായിരുന്നു ആക്രമണം. കാലടി പ്ലാന്റേഷനിൽ അതിരപ്പള്ളി എസ്റ്റേറ്റ് TSR ഫാക്ടറിയുടെ പരിസരത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ക്വാർട്ടേഴ്സാണിത്. ഈ ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്ത് കാട്ടാനകളുടെ ഭയങ്കര ഭീഷണിയാണ്. ഈ ഭീഷണീനെ പേടിച്ച് ഇവിടെ 10-60ഓളം വീട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. പലരും വേറെ ക്വാർട്ടേഴ്സ് കിട്ടി അങ്ങോട്ട് മാറി. വേറെ ചിലവർ സ്വന്തം വീടുകളുള്ളവർ അങ്ങോട്ട് മാറി. പിന്നെ കുറേ ആളുകൾ വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ട് മാറി. ഞാനും ഇവിടെ താഴെ തൊട്ടടുത്ത് വേറൊരു ചേട്ടനും പിന്നെ അപ്പുറത്ത് വേറെ 2 വീട്ടുകാർ, അങ്ങനെ 4 വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരതാമസമായിട്ടുള്ളൂ. ഞങ്ങൾക്കിവിടെ ആനയുടെ ഭീഷണി കൊണ്ട് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എല്ലാ ലേബർ ലൈൻസുകളും കോർപ്പറേഷൻ പവർ ഫെൻസിങ് ഇട്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഇത്ര വീടുകൾക്ക് മാത്രം യാതൊരു സംരക്ഷണവും ഇല്ല. കുട്ടികളടക്കമുള്ള ആനക്കൂട്ടമാണ് പള്ളി ആക്രമിച്ചത്. ഗ്രിൽ തകർത്ത് അകത്തു കയറിയ കാട്ടാനകൾ പുറകുവശത്തുള്ള മുറികളിൽ പാടെ നാശം വിതച്ചു. മാതാവിൻ്റെ രൂപവും തകർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിവാഹമണ്ഡപത്തിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. 5ഓളം പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടി KJM ഓഡിറ്റോറിയത്തിൽ നടന്നു വന്നിരുന്ന പള്ളം സ്വദേശിയുടെ വിവാഹ സൽക്കാര ചടങ്ങിലായിരുന്നു സംഘർഷത്തിനിടയാക്കിയ സംഭവങ്ങൾ അരങ്ങേറിയത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടി KJM ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്ന പള്ളം സ്വദേശിയുടെ വിവാഹ സൽക്കാരത്തിലേക്ക് നിരവധി ആഡംബരക്കാരിൽ വരികയായിരുന്ന കല്യാണ ടീം വെട്ടിക്കാട്ടി മണ്ഡപത്തിന് സമീപം റോഡ് ബ്ലോക്കാവുകയും ആംബുലൻസ് അടക്കം നിരവധി വാഹനങ്ങൾ കടത്തിവിടാതെ യുവാക്കൾ ആഡംബരക്കാരൻ്റെ ബോണറ്റ് തുറന്ന് നൃത്തം ചെയ്യുന്നതും കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെയാണ് അടിപിടിക്ക് കാരണമുണ്ടായത്. നാട്ടുകാരനായ ഒരു വയോധികനെ യുവാക്കൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് നാട്ടുകാരും യുവാക്കളും ചേർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു. പിന്നീട് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ലാത്തി വീശുകയായിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും നിരവധി വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലാത്തി ചാർജിനിടെ നാട്ടുകാരും യുവാക്കളും പരസ്പരം കല്ലേറ് നടത്തിയതിൽ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട്. ലാത്തി വീശിയതിനെ തുടർന്ന് 5ഓളം പേർക്കും പരിക്കു പറ്റിയതായാണ് വിവരം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12ഓടുകൂടിയായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രശ്നങ്ങൾ മണിക്കൂറോളം നീണ്ടുന്നപ്പോൾ മണ്ഡപം പോലീസ് കാവലിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ആകെ 157 പത്രികകളാണ് സ്വീകരിച്ചത്. ഇതിൽ ഒരു പത്രികയും തള്ളിയില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. 24 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചു. പൂജ ബമ്പർ പാലക്കാടിന്. 1ാം സമ്മാനം 12 കോടി രൂപ അടിച്ചത് കിങ് സ്റ്റാർ ലോട്ടറി വിറ്റ ടിക്കറ്റിന്. JD 54 55 42 എന്ന നമ്പറിലാണ് ഭാഗ്യം തുറച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂജ ബമ്പർ നറുക്കെടുപ്പിൽ 1ാം സമ്മാനം 12 കോടി രൂപ പാലക്കാടിന്. 1ാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ഏജന്റ് കിങ് സ്റ്റാർ ലോട്ടറി S. സുരേഷ് പാലക്കാട് ജില്ലാ ഓഫീസിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജ ബമ്പർ ഭാഗ്യശാലി JD 545542 നമ്പറിനാണ്. ഭാഗ്യതാരം ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ചെറുതും വലുതുമായ സമ്മാനങ്ങൾ കിങ് സ്റ്റാർ വിറ്റ ലോട്ടറിയിൽ കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് നമ്പർ JD 54 55 42 ചില്ലറ വിൽപ്പനയിലെ ടിക്കറ്റ് പോയിരിക്കുന്നത്. ആർക്കാണെന്ന് അറിയില്ല. ഇവിടെ മുനിസിപ്പൽ സ്റ്റാൻഡ് ബാക്ക് ആയതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ അടുത്തുള്ളവരായിരിക്കാം, ബസ്സിൽ കയറി പോകുന്നവരായിരിക്കും, ആരായാലും വൈകിട്ടുള്ള അറിയുന്നതായിരിക്കും. വളരെയധികം സന്തോഷമുണ്ട്.
ഒന്നാം സമ്മാനം ഇൻസ്റ്റാ ലോട്ടറി ഏജൻസിയിൽ തന്നെ വന്നത്. ടിക്കറ്റ് പോയ 12-ാം തീയതി, പോയ മാസം ലാസ്റ്റ് 23-ാം തീയതി ടിക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വന്നെടുത്ത ആർക്കും കിട്ടിയില്ല. ഇന്നലെ വരെ അതെ, എല്ലാ ബ്ലോക്കും അതിൽ ഉണ്ടാവും. ഇന്നടക്കം 1, 2, 3, 4, 5, 6, 7, 8 എല്ലാ ബ്ലോക്കും ഉണ്ട്. ആർക്ക് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ വന്ന് പറഞ്ഞാലേ നമുക്കറിയും. നിറയെ സമ്മാനം. ഈ വർഷം തന്നെ മറ്റേ സമ്മർ ബമ്പറിൽ 10 കോടി ഉണ്ടായിരുന്നു. ഇന്ന് പൂജ ബമ്പറിൽ 12 കോടി. പോയ ഓണം ബമ്പറിൽ സെക്കൻഡ് പ്രൈസ് 1 കോടി, തേർഡ് പ്രൈസ് 50 ലക്ഷം ഉണ്ടായിരുന്നു സമ്മാനം. പിന്നെ 4 1 കോടി വീട് കഴിഞ്ഞു. കാരുണ്യയിലുണ്ടായിരുന്നു, ശ്രീശക്തിയിലുണ്ടായിരുന്നു, കാരുണ്യ പ്ലസിലുണ്ടായിരുന്നു. എല്ലാ ടിക്കറ്റിലും സമ്മാനങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. ബമ്പർ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചതായി സുരേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ അമ്പൽപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. കുത്തനെയുള്ള വലിയ കയറ്റമായതിനാൽ ചരക്ക് ലോറികൾ കയറ്റത്തിൽ വന്ന് നിൽക്കാറുണ്ട്. പലപ്പോഴും JCB എത്തിച്ചാണ് വലിച്ചു കയറ്റാറുള്ളത്. ചില വാഹനങ്ങൾ യന്ത്രത്തകരാർ മൂലം നിലയ്ക്കുന്നതും പതിവാണ്. വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ പൊട്ടി വാഹനങ്ങൾ കയറ്റത്തിൽ നിൽക്കുന്നതും നിത്യസംഭവം. ചരക്ക് വാഹനങ്ങൾ കയറാതെ നിയന്ത്രണം വിട്ട് പിറകോട്ട് പോയി മറിയുന്നതും അപകടം സംഭവിക്കുന്നതും പതിവാണ്. നൂറ്റാണ്ടുകളായുള്ള ഈ കയറ്റം ബന്ധപ്പെട്ടവർ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പലപ്പോഴും റോഡ് നവീകരണ സമയത്ത് ഇതിനുള്ള പരിഹാരം പോലും പൊതുമരാമത്ത് കാണാറില്ല. തിങ്കളാഴ്ച രാത്രിയിൽ ചരക്ക് ലോറി പിറകിലുണ്ടായിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞ് വലിയ അപകടമുണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് ഡ്രൈവർമാർ രക്ഷപ്പെട്ടത്. നിരവധി അപകടങ്ങളുണ്ടായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിൻ്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനയിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ച ലക്ഷങ്ങളുടെ നഷ്ടമാണെന്നും സർക്കാരിൻ്റെ നെറുകേടിനെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. പാചക തൊഴിലാളി യൂണിയൻ പാലക്കാട് കളക്ടറേറ്റിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ HMS കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും വിളയോടി ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ ചതിയും വഞ്ചനയും നീതി നിഷേധവും ശക്തമായി പ്രതിഷേധിക്കണം. അതുകൊണ്ട് ഇത്തരം അടവ് നയങ്ങളും ഗൂഢാലോചനകളും പാചക തൊഴിലാളികളോട് ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയല്ല എന്ന് കേരളത്തിലെ പൗരസമൂഹം വളരെ ഗൗരവമായി ചിന്തിക്കണം. അത് HMSന്റെ നിയന്ത്രണത്തിലുള്ള പാചക തൊഴിലാളികൾക്ക് മാത്രമല്ല ഈ അവകാശങ്ങളും ഈ പോരാട്ടങ്ങളും കേരളത്തിലെ മുഴുവൻ CITO ആണെങ്കിലും INDC ആണെങ്കിലും BMS ആണെങ്കിലും ഇനി STO ആണെങ്കിലും അതിലൊക്കെ വിശ്വസിക്കുന്ന എല്ലാ പാചക തൊഴിലാളികളുടെയും മൗലിക അവകാശമാണ്. ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ്. മിനിമം വേജസ്, അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ പാചക തൊഴിലാളികളോട് ചെയ്യുന്ന ഈ വലിയ വഞ്ചനയും ചതിയും നീതി നിഷേധവും നക്കാപ്പിച്ച കാശും കൊടുത്ത് ഏമാത്തുവാനുള്ള പറ്റിക്കുവാനുള്ള ഈ അടവ് നയത്തെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സത്യാഗ്രഹവും ഉദ്ഘാടനം ചെയ്തതായി രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹ്യ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകളെല്ലാം വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. വോട്ട് തട്ടിപ്പിന് വേണ്ടി വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. വോട്ട് തട്ടിപ്പിന് വേണ്ടി 50 രൂപ കൂട്ടിക്കൊടുക്കുക. ഈ 10 വർഷമായിട്ട് 675 രൂപയാണ് UDF സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത്. ആ 675 രൂപയിൽ 75 രൂപ ഇവർ പിടിക്കുകയാണ്. ആ പിടിച്ചത് കണക്കാക്കുമ്പോൾ ഓരോ തൊഴിലാളിക്കും 3,75,000 രൂപ ഈ സർക്കാർ കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ച് വഞ്ചിക്കുന്ന സർക്കാരാണ്. ഇപ്പൊ 50 രൂപ വോട്ട് ബാങ്കിന് വേണ്ടി തൊഴിലാളികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ, സുധാ സുബ്രഹ്മണ്യൻ സൂചിപ്പിച്ച പോലെ എന്താണ് അപ്പക്കഷങ്ങൾ, എല്ലും കഷങ്ങൾ പോലുള്ള തന്ത്രങ്ങൾ, അടവ് നയങ്ങൾ. ഈ പാചക തൊഴിലാളികൾ അടിമകളല്ല, ഞങ്ങൾ തിരിച്ചറിവുള്ളവരാണ് എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി ഇവരുടെ ഈ വഞ്ചനയും ഈ ചതിയും ഞങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയുമെന്ന് ഈ സർക്കാരിനോട് ഇവിടെ പ്രതിഷേധിക്കാനാണ്, ഗൗരവമായി പ്രതിഷേധിക്കാനാണ് സ്കൂൾ പാചക തൊഴിലാളി സംഘടന ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാജ്യത്തെ പാചക തൊഴിലാളികളോട്
തൊഴിലാളി വർഗ സർക്കാരാണ് എന്ന് മേനി നടിച്ച ഇടതു സർക്കാർ കൊടും വഞ്ചനയാണ് തൊഴിലാളി സമൂഹത്തോടെ കാണിച്ചത്. 100 രൂപയായിരുന്ന പാചക തൊഴിലാളികളുടെ വേതനം 450 രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന സർക്കാർ വേതന വർധനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, വേതനം കവർന്നെടുക്കുകയും ചെയ്തു. വേതനം കവർന്നെടുത്തതിലൂടെ തൊഴിലാളികൾക്ക് 40,000 മുതൽ 1 ലക്ഷം വരെ നഷ്ടമായി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നൽകിയ 50 രൂപയുടെ വർധനവ് കള്ളവഞ്ചനയാണെന്നും വിളയോടി ഗോപാൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുമിത ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. KS ജോഷി, TP പാഞ്ചാലി, PM ഷംസുദ്ദീൻ, നൂർജഹാൻ, അബ്ദുൾ റഹ്മാൻ, സുധാ ചിറ്റൂർ, ഷൈനി പ്രദീപ്, സലീല ഗോപി, G ഷാനവാസ്, തങ്കം വേങ്ങോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീനിയർ സിറ്റിസണിൻ്റെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി പാർലമെന്റിൽ വീണ്ടും വിഷയം ഉന്നയിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. കേരള സീനിയർ സിറ്റിസൺ ഫോറം 19 പാലക്കാട് ജില്ലാ സമ്മേളനം ഷൊർണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വളർച്ചയിൽ സീനിയർ സിറ്റിസന്റെ പങ്ക് വലുതാണെന്നും MP പറഞ്ഞു. സംഘടനയുടെ ഐക്യം തുറന്നുപോയാൽ ഒരു സർക്കാരിനും അവഗണിക്കാൻ കഴിയില്ലെന്നും സംഘടനാ പ്രവർത്തനം ചെറുതല്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. സീനിയർ സിറ്റിസന്റെ യാത്രാ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഡിസംബറിൽ ചേരുന്ന പാർലമെന്റിൽ താൻ പ്രധാനമായും ഉന്നയിക്കുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഈ പാർലമെന്റ് സമ്മേളനത്തിലും ഞാൻ ഏറ്റവും ആദ്യം ആവശ്യപ്പെടാൻ പോകുന്നത് സീനിയർ സിറ്റിസൺസിന്റെ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക. കാരണം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടൂന്നും നടിക്കുന്നില്ല, പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. മറ്റ് പല MP-മാരും ആവശ്യപ്പെടുന്നു, ഞാൻ മാത്രമല്ല കേട്ടോ, പല MP-മാരും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാ സെഷനിലും ഇത് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ യാത്രയും നിങ്ങളുടെ ഇളവുകൾ പുനഃസ്ഥാപിക്കേണ്ടത് വലിയ ഒരു ഉത്തരവാദിത്വം സർക്കാരിന്. എന്താ കാരണം, നിങ്ങളുടെ വിവിധ തുറകളിൽ ജീവിതത്തിൽ സാമൂഹ്യ സേവനം ചെയ്തവർ, സർക്കാർ ജോലിക്കാരല്ലെങ്കിലും അർദ്ധ സർക്കാർ ജോലി അല്ലെങ്കിലും പ്രൈവറ്റ് ജോലിയാണെങ്കിലും അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ഷൊർണൂർ ബസ് സ്റ്റാൻഡിലുള്ള അയ്യങ്കാളി ഹാളിൽ വെച്ചായിരുന്നു കേരള സീനിയർ സിറ്റിസൺ ഫോറം 19ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് വിശിഷ്ടാതിഥിയായിരുന്നു. സെക്രട്ടറി TN ശ്രീനിവാസൻ പ്രവർത്തന റിപ്പോർട്ടും ഗജാഞ്ചി സന്തോഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഉദുമാൻ, CP ബാലകൃഷ്ണൻ, പ്രൊഫസർ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചർച്ചയും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിലെ NSS യൂണിറ്റിന്റെയും ആന്റി റാഗിംഗ് യൂണിറ്റ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനു ക്ലാസ് എടുത്തു. കുറെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും കരുതുക. ആ ജംഗ്ഷനിൽ കുറെ സിഗ്നൽ കാണില്ലേ? ഏതൊക്കെ നിറം അവിടെ ഉണ്ടാവും? പച്ച, മഞ്ഞ, ചുവപ്പ്. മഞ്ഞയാണോ? ഓറഞ്ച് ആണോ? ആപ്പിൾ ആണോ? ഞാൻ മഞ്ഞ എന്നും പറയില്ല, ഓറഞ്ച് എന്നും പറയില്ല. മഞ്ഞ എന്ന് പറയുന്നവരോട് ഉറപ്പുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആരുമില്ല, പറഞ്ഞവരുമില്ല. ഇപ്പൊ ഓറഞ്ച് എന്ന് പറഞ്ഞൊന്ന് കൈപൊക്കിക്കേ. ഒരാളുണ്ട്, 2-3 പേരുണ്ട്. യഥാർത്ഥത്തിൽ ആ നിറത്തിന് പറയുന്ന പേര് ഇത് രണ്ടുമല്ല. നമ്മുടെ സൗകര്യത്തിൽ നമ്മളിതിന് മഞ്ഞ എന്നും ഓറഞ്ച് എന്നും പറയുകയാണ്. ഡോക്ടർ ശ്രീനാഥ്, ഡോക്ടർ രാകേഷ് എന്നിവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രചനകൾ അനുഭവ ആസ്വാദ്യമാകുന്നത് ആശയം കൊണ്ടും അവതരണം കൊണ്ടുമാണെന്ന് ഡോക്ടർ പാർവതി വാര്യർ. പാലക്കാട് പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി പുരസ്കാര വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പാർവതി വാര്യർ. നവാഗതരായ എഴുത്തുകാരെയും പരിചയസമ്പന്നല്ലാത്തവരെയും അവഗണിക്കാനും ഒഴിവാക്കാനുമുള്ള വ്യഗ്രതയ്ക്ക് സാഹിത്യലോകത്ത് വേഗത കൂടുതലുണ്ട്. നവാഗതരായവരെ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് സാഹിത്യലോകം. കാഴ്ചയും അനുഭവവും ഭാവനയും സമന്വയിപ്പിക്കുന്ന എഴുത്തുകാർക്ക് സ്വീകാര്യതയുണ്ടാകും. നിലപാടുകളിലും പ്രതികരണങ്ങളിലും മൂല്യചോഷണം സംഭവിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ സത്ത നിലനിർത്താൻ നവാഗതരെന്ന വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേരണമെന്നും ഡോക്ടർ പാർവതി വാര്യർ പറഞ്ഞു. പ്രൊഫസർ PK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ആശയങ്ങളുള്ള കഥകൾ നമ്മുടെ പ്രമിസസിൽ ഊന്നി ഉറപ്പിച്ചുകൊണ്ടാണ്
ഇദ്ദേഹം സ്ഥലരാശിയിൽ നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അങ്ങനെ 35 കഥകൾ അതിൻ്റെ. പിന്നെ വേറെ ഒരു ഇതാണ് ഈ ശിലാലിഖിതങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അത് കിഴക്കാനത്തിനോട് ഞാനിപ്പോൾ പറയാൻ, ഞാൻ അതൊരിക്കൽ ടെലിഫിലിമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തിരക്കഥ എഴുതൽ എളുപ്പമല്ല. ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. ലാസറും മർക്കോസുമാണ് മക്കൾ. അച്ഛൻ ഇതേവരെ ചെരുപ്പിട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മരിച്ച് ശവപ്പെട്ടിയിൽ ആക്കുന്ന സമയത്താണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇതേവരെ ചുട്ടുകൊള്ളുന്ന പാറപ്പുറത്തെ കൂടെയും മനുഷ്യൻ നടക്കുമ്പോഴും ചെരുപ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. നോവലിസ്റ്റ് ജോർജ് ദാസ്, സെക്രട്ടറി TS പീറ്റർ, ഡോക്ടർ PC എലിയാമ്മ, ഡോക്ടർ U ജയപ്രകാശ്, V രവീന്ദ്രൻ, അഡ്വക്കേറ്റ് നൈസ് മാത്യു, MS ദാസ് മാട്ടുമന്ത, ശരത് പാലാട്ട്, കണ്ടമത്തു കന്യമാരി, O വിജയൻ മാസ്റ്റർ, ദേവി പ്രസാദ് പീഡിയക്കൽ, MV ഉണ്ണികൃഷ്ണൻ, സന്തോഷ് കൊയിലാത്ത് എന്നിവർ സംസാരിച്ചു. ഇന്ദുചൂടൻ കിഴക്കേടത്തിൻ്റെ തെരഞ്ഞെടുത്ത കഥകൾ, PM ഷൺമുദാസിൻ്റെ വർഗവഞ്ചക പുരാണം എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമായത്. രചയിതാക്കൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുനങ്ങാട് തെക്കേക്കാവ് വെള്ളിയാഴ്ച വേലമഹോത്സവം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തർ വേലമഹോത്സവത്തിൻ്റെ ഭാഗമായി. ഇനി മാറ്റുലി. ശബരിമല വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, അതുപോലെ ശബരിമലയുടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പരാജയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, പറ്റില്ലെങ്കിൽ പറഞ്ഞു ശബരിമലയുടെ നിയന്ത്രണം പ്രധാനമന്ത്രിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനായി സംസാരിക്കാം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? എന്താണ് അവസ്ഥ? അത് കേരളം ചോക്കുമോ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ 6 മാസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഒരുക്കത്തോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. വിവാദങ്ങൾ കാറ്റിൽ പറന്നു പോകുന്ന പോലത്തെ വിവാദങ്ങളായിട്ട് മാറുകയാണ്. കേരളത്തിലെ വികസിത രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്ന വിധത്തിലാണ് പെൻഷൻ സമ്പ്രദായം കുടിശ്ശികയില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി. ഈ മാസം പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ കയ്യിലെത്തുന്നത് 3600 രൂപയാണ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് ആ പെൻഷൻ കൊടുക്കുന്നത് മുടക്കാൻ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളെ പോറ്റുന്നത് പോലെ ഏറ്റവും ക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ഈ സർക്കാരിനെ ശബരിമലയുടെ പേരിലോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളിയുടെ പേരിലോ കുറ്റക്കാർ ഏത് കുറ്റം ചെയ്ത ആളുകളായാലും അവരെ ശിക്ഷിക്കപ്പെടണം എന്ന ഉറച്ച സ്റ്റാൻഡുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും പോലീസും പോകുന്നത്. ഇതൊന്നും, ഈ വിവാദങ്ങളൊന്നും ഈ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷത്തെ ബാധിക്കില്ല. മുഴുവൻ സീറ്റുകളിലും തൂത്തുവാരുന്ന രീതിയിലുള്ള ഒരു LDF തരംഗമാണ് ഇന്ന് കേരളത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ജില്ലയിൽ UDF ശക്തമായ മുന്നേറ്റമുണ്ടാക്കുമെന്നും MP. ഷൊർണൂർ നഗരസഭയിൽ കോൺഗ്രസ് ഭരണത്തിലേറുമെന്നും VK ശ്രീകണ്ഠൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഷൊർണൂർ നഗരസഭയിലേക്ക് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ നടപടികൾ പൂർത്തീകരിച്ചു. 157 നാമനിർദ്ദേശ പത്രികകളിൽ ഒന്നുപോലും തള്ളിയിട്ടില്ലെന്ന് റിട്ടേണിംഗ് ഓഫീസർ. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം നവംബർ 24 വൈകുന്നേരം 3 വരെ. പൂജാ ബമ്പർ പാലക്കാടിന് 12 കോടി അടിച്ചത് പാലക്കാട് കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. വഴിത്തിരിവായത് ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച കടയുടമ. സംഭവ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ആക്രമി ചുറ്റിക വാങ്ങാൻ കടയിലേക്ക് എത്തിയതെന്നും കടയുടമ. അതിരപ്പള്ളിയിൽ പരക്കെ കാട്ടാനാക്രമണം. ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്തു കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു.
കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറിപ്പോയത് 60 കുടുംബങ്ങൾ. സീനിയർ സിറ്റിസണിന്റെ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ വീണ്ടും വിഷയം ഉന്നയിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കേരള സീനിയർ സിറ്റിസൺ ഫോറം 19ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ഷൊർണൂരിൽ. വണ്ടൂർ അമ്പലപ്പാറ റോഡിലെ അകവണ്ടയിലെ കയറ്റം വാഹന ഗതാഗതത്തിന് ഭീഷണിയാകുന്നു. വലുതും ചെറുതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിന്റെ 50 രൂപ വേതന വർധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീചവും ഹീനവുമായ പ്രവൃത്തിയെന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച വേതന വർധനവിലൂടെ തൊഴിലാളികൾക്ക് സംഭവിച്ചത് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ. സർക്കാരിൻ്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹം പാചക തൊഴിലാളികൾക്കൊപ്പം പ്രതികരിക്കണമെന്നും വിളയോടി വേണുഗോപാൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.